ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക അന്വേഷണത്തിലേക്കാണ് അന്വേഷണ സംഘം കടക്കുന്നത്. ഇന്ന് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ ഇല്ലയോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു. ഡാൻ, പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് മാത്രമല്ല, പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ചില സൂചനകൾ കൂടി ഉണ്ടാവുന്നുണ്ട്. എന്തുകൊണ്ട് ഈ ഭരണസമിതിയെ കുറ്റപ്പെടുത്തുന്ന വിജിലൻസ് റിപ്പോർട്ട് നേരത്തെ തന്നെ കോടതിയുടെ പരിഗണനയിലുള്ള കാര്യമാണ്. പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്നു. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷനായ പത്മകുമാർ സാവകാശം തേടിയത്. സാവകാശം തേടിയ പത്മകുമാറിന്റെ നീക്കത്തിൽ ഇനിയും സാവകാശം തേടിയാൽ അത് അറസ്റ്റിലേക്ക് തന്നെ പോകുമെന്നും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും ഈ അന്വേഷണ സംഘത്തിന് മുന്നിൽ പത്മകുമാർ ഇന്ന് ഹാജരാകാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാൻ, പത്മകുമാർ ഇന്ന് ഹാജരാകുമോ? കഴിഞ്ഞ ബുധനാഴ്ചക്കകം ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു എ പത്മകുമാറിന് SIT നോട്ടീസ് നൽകിയത്. എന്നാൽ കഴിഞ്ഞ ബുധനാഴ്ചക്കകത്ത് ഹാജരാകുന്നതിന് തനിക്ക് വ്യക്തിപരമായി അസൌകര്യമുണ്ട് എന്നും തന്റെ ഒരു അടുത്ത ബന്ധുവിന്റെ മരണം സംഭവിച്ചതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്നും അന്വേഷണ സംഘത്തെ പത്മകുമാർ അറിയിക്കുകയായിരുന്നു. ഇത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് സാവകാശം നൽകിയത്. ആ സാവകാശത്തിന്റെ സമയപരിധി അവസാനിച്ച പശ്ചാത്തലത്തിലാണ് വീണ്ടും പത്മകുമാറിന് നോട്ടീസ് നൽകാനുള്ള SITയുടെ തീരുമാനം. പക്ഷേ ഇന്ന് തിടുക്കത്തിലൊരു നടപടി SITയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പത്മകുമാർ വീട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നോട്ടീസ് കൂടി നൽകിയതിനു ശേഷം ആ നോട്ടീസിന്റെ സമയപരിധി അവസാനിക്കുന്നതിന് മുമ്പ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായില്ലെങ്കിൽ കടുത്ത നീക്കങ്ങളിലേക്ക്, അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കടുത്ത നീക്കങ്ങളിലേക്ക് SIT കടക്കാനാണ് സാധ്യത. അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന SP ശശിധരൻ നേരിട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആഴ്ച ഹൈക്കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട്, മൂന്നാമത്തെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. ആ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് മുമ്പ് പത്മകുമാറിനെ പ്രാഥമികമായി ചോദ്യം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ് ഉൾപ്പെടെ വ്യാപകമാക്കാനുള്ള ഒരു നീക്കമാണ് SIT ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ പത്മകുമാറിനെ കൂടി ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ N വാസുവിന് വേണ്ടി ഇനി കസ്റ്റഡി അപേക്ഷ നൽകുകയുള്ളൂ എന്ന സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. ഡാൻ, ഒരു കാര്യം കൂടി, ഈ കേസിൽ, സ്വർണ്ണമോഷണ കേസിൽ EDയും സുപ്രധാനമായ ഒരു നീക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നതാണല്ലോ. ഇതിന്റെ വിവരങ്ങൾ ED തേടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി സ്വർണ്ണമോഷണ കേസിലേക്ക് വന്നാൽ ഇതുണ്ടാക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഒരു വശത്ത്, മറ്റൊന്ന് അതുണ്ടാക്കുന്ന അന്വേഷണ നീക്കങ്ങൾ മറുവശത്തുമുണ്ട്. എല്ലാ തരത്തിലും പ്രതിസന്ധിയുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനു പുറമെ ED കൂടി വന്നാൽ കുടുങ്ങുമല്ലേ? അതായത് സമാന്തരമായ ഒരു അന്വേഷണത്തിനായിരിക്കും സജിത്ത് ED നേതൃത്വം നൽകുന്നത്. അത് നിലവിൽ നടക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നടപടിക്രമങ്ങളെ ബാധിക്കാത്ത തരത്തിൽ ഇതിനൊരു നേരത്തെ തന്നെ ആരോപണം ഉന്നയിക്കപ്പെട്ട പോലെ രാജ്യാന്തര ക്ഷേത്ര കള്ളക്കടത്ത് സംഘങ്ങൾക്ക് സമാനമായ തരത്തിലുള്ള മോഷണ ശ്രമമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്ന വിലയിരുത്തലിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നത് വേണം കരുതാൻ. ഒരു കാര്യം ഉറപ്പാണ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമാന്തരമായി നടത്തുന്ന അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ദേവസ്വം ഉദ്യോഗസ്ഥരിലോ അതല്ല എങ്കിൽ ദേവസ്വം ഭരണസമിതിയിലോ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് എങ്കിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ആശ്വസിക്കാം. അതിനപ്പുറത്തേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ സമയത്ത് ഭരണത്തിന് നേതൃത്വം നൽകിയ ദേവസ്വം വകുപ്പ് മന്ത്രിയിലേക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയമായി നേതൃത്വത്തിലേക്കോ ഒക്കെ എത്തുന്ന സാഹചര്യമുണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. പിന്നെ അത് EDയെ ഉപയോഗിച്ചുള്ള ഒരു ഇടപെടൽ എന്ന തരത്തിലുള്ള നേരത്തെ മുതൽ ഉയർന്നു കേൾക്കുന്ന വിമർശനങ്ങൾക്ക് വീണ്ടും ആക്കം കൂടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അതിനപ്പുറത്തേക്ക് നിലവിൽ ഈ SIT നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ടിൽ ഹൈക്കോടതി സംതൃപ്തി രേഖപ്പെടുത്തുന്ന സാഹചര്യമാണ് ഉള്ളതെങ്കിൽ അതിനെ ഒരു പ്രതിരോധമാക്കി
അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്നൊരു പരിചയ തീർക്കാനായിരിക്കും സർക്കാർ ശ്രമിക്കുക. അതോടൊപ്പം ഇന്ന് കെ ജയകുമാർ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷനായി ചുമതലയേൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരിക്കുന്നത് സർക്കാരിന് മുമ്പിൽ താൽക്കാലികമായെങ്കിലും ഒരു ആശ്വാസമാണ് നൽകുന്നത്. ഉണ്ടായ വിവാദങ്ങളെ തൽക്കാലത്തേക്കെങ്കിലും ശമിപ്പിക്കാൻ ഈ ഒരു നടപടിയിലൂടെ കഴിയുമെന്ന വലിയൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിനുണ്ട്, ഇടത് സർക്കാരിനുണ്ട്. മാത്രമല്ല മണ്ഡലകാലം അടുത്ത ദിവസം തുടങ്ങാനിരിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ ഈ വിവാദങ്ങൾ ഏറെക്കുറെ കെട്ടടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് കെ ജയകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തിരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മണ്ഡലകാലം സുഗമമാക്കുക എന്നൊരു വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുമ്പിലുള്ളത്. ഈ ഉണ്ടായിരിക്കുന്ന വിവാദങ്ങൾ മണ്ഡലകാലത്തെ ബാധിക്കാതിരിക്കാനുള്ള പ്രത്യേക ജാഗ്രത സർക്കാർ എടുക്കുന്നതും ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതേസമയം പത്മകുമാറിലേക്ക് അന്വേഷണം എത്തുകയും പത്മകുമാർ നടത്തുന്ന വെളിപ്പെടുത്തലുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള തുടർ നീക്കങ്ങളിലേക്ക് വഴിവെക്കുകയും ചെയ്താൽ അത് ഏത് തരത്തിലായിരിക്കും സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ബാധിക്കുക എന്നതാണ് ഇനി അറിയാനുള്ളത്. കാര്യം എന്തായാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൂടി അന്വേഷണ നീക്കം ആരംഭിച്ച പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയ പ്രതിസന്ധി ചെറുതല്ല. കാരണം ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരിൽ നിൽക്കുന്നതിൽ നിന്നപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക്, പ്രത്യേകിച്ച് കൂടുതൽ ദേവസ്വം ഭരണ നേതൃത്വത്തിലേക്ക് അന്വേഷണം കടന്നാൽ അതുണ്ടാക്കുന്ന വെല്ലുവിളി ചെറുതല്ല. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. ഇതിനിടയിൽ മണ്ഡല മകരവിളക്ക് സീസൺ കൂടി വരും. ഈ രണ്ട് വെല്ലുവിളികളും മുന്നിൽ